അപ്പോൾ ആ കല്യാണം ശരി, സഞ്ജുവിൻ്റെ കല്യാണം ശരിയായി. എല്ലാവർക്കും അതിതാണ് സുവർണ, നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന അംഗമാണ്. കല്യാണ ചക്കൻ ആർക്കും വേണ്ടെന്നാണ്, പാവ ഒറ്റയ്ക്ക് വരുന്നു. അതെ, പ്രിയപ്പെട്ടവരെ നമസ്കാരം. തലേമാവന്റെ കൈ കൊണ്ടതാ. നല്ല വേഷത്തിലാണ് ഞങ്ങള്. സരിത സാരി എടുത്തു, ജഗു കൂളിംഗ് ഗ്ലാസ് വെച്ചു. നമ്മളെ നമ്മുടെ അല്ല ചേട്ടൻ്റെ കോഴിക്കോടിൻ്റെ വീഡിയോയില് ചെറിയേട്ടൻ ലാസ്റ്റ് പിള്ളേരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞില്ലേ, സഞ്ജു ചെറിയേട്ടൻ്റെ മൂത്തമോൻ സഞ്ജുവിന് കല്യാണാലോചന നടക്കുന്നുണ്ട് എന്നൊക്കെ അന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കല്യാണം ശരി, സഞ്ജുവിൻ്റെ കല്യാണം ശരിയായി. അപ്പോൾ മാട്രിമോണിയിൽ വന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അവർ ഫോൺ വിളിച്ച് സംസാരിച്ച് ചെറിയേട്ടനായിട്ട് സംസാരിച്ച് നമ്മുടെ വീട് എവിടെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് വന്നപ്പോൾ ലാസ്റ്റ് അവർ ഇങ്ങോട്ട് ചോദിച്ചു, ചെറിയേട്ടനാണോ എന്ന് ചോദിച്ചു. അത് അവർ നമ്മുടെ ചാനൽ കാണുന്നതാണ്. അപ്പോൾ ചെറിയേട്ടൻ അതേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെണ്ണാണാൻ പോയി, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ശരിയായിട്ടാ. ഇനി പെൺകുട്ടിയുടെ പേര് സുവർണ എന്നാണ്, ഇരിഞ്ഞാലക്കുട ആണ് വീട്. നമ്മള് പോവാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. പിന്നെ എൻ്റെ വേഷത്തിനെ കുറിച്ചിട്ട്, സാരിനെ കുറിച്ച് ഞാൻ മിനിഞ്ഞാന്ന് വരയ്ക്കും ചുരിദാർ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നേ. പെട്ടെന്നാണ് എല്ലാം മാറി പറഞ്ഞത്. ആ കഥ പിന്നെ വേറെ വീഡിയോയിൽ പറയാട്ടാ. താമരശ്ശേരിയിലെ തരുണീമണികളൊക്കെ ഒരുങ്ങി ഇത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ വീഡിയോയിൽ കണ്ടവരൊന്നല്ല ഇനി കാണാം. ഇതേ അല്ല ചേട്ടാ ഫാമിലി, ഇതേ ഓരോരോ ഫാമിലികൾ. ചെറിയച്ചി കയറി നിൽക്കൂ. പിന്നെ പ്രസീതേച്ചിന് പിന്നെ ഇനി പരിചയപ്പെടുത്തണ്ടല്ലോ. ചെറിയച്ചിയുടെ അനിയത്തി പ്രീതേച്ചി. അളിയൻ ഇപ്പം ഇല്ല കേട്ടോ, നാട്ടിലില്ല. വീഡിയോയിൽ നിൽക്കാനായിട്ട് താല്പര്യമുള്ളവരെ കാണിക്കുന്നതായിരിക്കും, താല്പര്യമില്ലാത്തവരെ കാണിക്കില്ല. അത് എല്ലാവർക്കും ഇഷ്ടമില്ല, പിള്ളേരുകൾക്കൊന്നും പ്രത്യേകിച്ച് ഇതിൽ വരെ ഇഷ്ടമില്ല. കണ്ടില്ലെന്ന് ചോദിക്കായിരിക്കോ, മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കണം. എൻ്റെ ഇടയിലൊക്കെ കാണാട്ടാ അവരിവിടെയൊക്കെ നടക്കുന്ന കാണാം. പിന്നെ നമ്മൾ എല്ലാവർക്കും വണ്ടി ഉണ്ടെങ്കിലും ഒരു ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലാണ് പോണത്. പക്ഷെ നമുക്ക് നേരത്തെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ കാറിലാണ് പോണത്. നമ്മൾ നമ്മുടെ കാറിൽ പോകുന്നു. പിന്നെ എല്ലാവരും ചെക്കനെ ഞാൻ ഇന്ദുവിനെ നോക്കണേ, ചെക്കനെ കാണിച്ചു തരട്ടെ. ഓരോരുത്തർ വരുന്നവരെ ഒന്ന് വിഷ് ചെയ്താണ് നമ്മൾ. അപ്പോൾ അടുത്തത് ഞങ്ങളുടെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു. ഇനി നേരെ ഇരിഞ്ഞാലക്കുടയിലേക്ക്. അയ്യോ സോറി, ഒരു ഫോട്ടോ കൊണ്ട് എടുക്കാണ്ട്. വെള്ളിയേട്ടൻ്റെ മോള് ഇന്ദു ആൻഡ് ഫാമിലി. ഒരു ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. കാറുണ്ടെങ്കിലും ട്രാവലറിൽ, പക്ഷേ ട്രാവലറിൽ കൊള്ളണവരെ കയ്യിൽ കയറുന്നു, ബാക്കിയുള്ളവർ കാറുകളിലായിട്ട് പോയി. നമ്മൾ നമ്മുടെ കാറിലാട്ടാ. നീ അതിൽ സ്ഥലം ഉണ്ടോ നോക്ക്, സ്ഥലം ഉണ്ടേ പോക്കോ, അല്ലെങ്കിൽ ട്രാവലറിൽ വേണേ കയറിക്കോ. ജഗ്ഗു ഒന്ന് ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് തലന്ന് കാണിച്ചേ. ഹലോ സുന്ദരി, കണ്ടു പറ്റാണ്ടിരിക്കാനാണോ രണ്ട് പേര് വന്ന്? കഷ്ടല്ലേ. അപ്പൊ അല്ല ചെക്കൻ്റെ വീട്ടിലേക്ക്, പെണ്ണിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ നടക്കണം കേട്ടോ. ഇത് ഇവിടെയാണ് വീട്. ഇവിടെ വണ്ടി നിർത്തി. ചെക്കനാണ് മുന്നിൽ നടക്കേണ്ടത്, ചെക്കനാണ് മുന്നിൽ നടക്കേണ്ടത്, ഞങ്ങളാണ് മുന്നിൽ നടക്കുന്നത്. ഇനി എല്ലാവർക്കും നോക്കില്ല എന്നൊക്കെ. ഇതാണ് പെണ്ണിന്റെ വീട് കേട്ടാ.
ഇതാണ് സുവർണ, നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന അംഗമാണ്. സുവർണ എന്ന പേരാണെങ്കിലും മാളു എന്നാണ് ഓമന പേര്. അപ്പം ഞങ്ങളും മാളു എന്ന് വിളിക്കും, നിങ്ങളും മാളു എന്ന് വിളിച്ചാൽ മതി. മതിയില്ലേ? പിന്നെ അമ്മ ഇതമ്മ. പിന്നെ അമ്മയുടെ വീടുണ്ടല്ലോ, അമ്മേനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. അമ്മയുടെ വീട് നമ്മുടെ ക്രിസ്റ്റഫറിൻ്റെ അവിടെയാണ്. അനിയത്തി ഉണ്ട്. അനിയത്തി അമ്മുവിൻ്റെ ശരിക്കുള്ള പേര് ശ്രുതി. പിന്നെ ഇത് അമ്മമ്മയാണ്. ഇതാണ് പെൺകുട്ടിയുടെ വീട് കേട്ടോ. അപ്പോൾ കറക്റ്റ് കണ്ടില്ല. ഇരിങ്ങാലക്കുട നടവരമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി ഹാളിലേക്ക് പോകുന്നു. കല്യാണ ചക്കന ആർക്കും വേണ്ടെന്ന് തോന്നുന്നു, പാവ ഒറ്റയ്ക്ക് വരുന്നു. അതിനവിടെ ഇട്ട് പോന്നൂല്ലേ നിങ്ങള്? അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടാ. അതൊരു ഓഡിറ്റോറിയം, വെള്ളാങ്ങല്ലൂര് വിശാലമായ ഓഡിറ്റോറിയം. ട്രാവലറിന്റെ ഇറങ്ങി വരുന്നുണ്ട്. കൊറേ പേരെ ഡ്രസ്സിന്റെ തീം ബ്ലാക്ക് ആണ്. താക്കോല് അതിരുന്നിട്ട് പുറത്തേക്ക് കളി അടക്കിറക്കിട്ട്. അല്ല ചേട്ടൻ പറയണ എന്നെ എടുക്കുന്നു. ചേച്ചിയാണോ? കളി കയറും. ഇവിടെയും വെള്ളമുണ്ട്.
ആറാമത്തെ നേരത്തെ താക്കോലിതില 10ാമത്തെ ഒരാൾക്ക് അപ്പൊ ഐസ്ക്രീം ഇവിടെ എത്രാമത്തെ എടുക്കണത്തെ സരിത? മൂന്നാമത്തെ. അല്ലിഞ്ഞേട്ടൻ 6ാമത്തെ. അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടോ. എന്തായാലും പരിപാടി അല്ലിഞ്ചേട്ടനെ കഴിഞ്ഞ ഞായറാഴ്ചയുടെ മുന്നത്തെ ഞായറാഴ്ചയായിരുന്നു നമ്മുടെ വീട്ടിലത്തെ വിരുന്ന്. അതിനെ ചേട്ടൻ ഭയങ്കര കപക്കെട്ട് ജലദോഷമൊക്കെ ആയിട്ട് ഇരുന്ന കാരണം അധികം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല. അപ്പൊ ആ നഷ്ടം ഇവിടെ നികത്താന്നാ പറയണേ. അവരൊക്കെ ഇപ്പൊ വരും, അവര് ട്രാവലറിലല്ലേ. ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോണേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് അല്ലേ? ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടില്ല, പൊട്ടിരിക്കുക തന്നാ നന്നായിരുന്നു. അപ്പോൾ നിർത്താടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടായിരുന്നു. നന്ദി, നമസ്കാരം.